ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ക്രെറ്റ ഇവിയിലെ ടോപ്പ് എൻഡ് വേരിയൻ്റായ എക്സലൻസ് ആണ്. ഈ എക്സലൻസ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, നോർമൽ ക്രെറ്റയായിട്ട് എന്തെല്ലാം ഡിഫറൻസ് വരുന്നുണ്ട്, ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ബേസ് വേരിയൻറ്റിൻ്റെ വീഡിയോസാണ് ചാനലിൽ ചെയ്യാറ്. പക്ഷേ നമുക്ക് ബേസ് വേരിയൻറ്റ് ഇതുവരെ ഷോറൂമിലോ യാർഡിലോ വന്നിട്ടില്ല. ബേസ് വേരിയൻറ്റ് വരുമ്പോൾ അതിൻ്റെ വീഡിയോയും നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ ഇ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമ്മുടെ ഇ ക്രെറ്റ ആണെങ്കിലും നോർമൽ ക്രെറ്റ ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഓഷ്യൻ ബ്ലൂ കളറ് നമുക്ക് ഇ മാത്രമായിട്ട് വരുന്നതാണ്. മറ്റ് ഡിഫറൻസ് വരുന്നത് ഫ്രണ്ടിലെ ആ ഒരു ഗ്രില്ല് കാര്യങ്ങളിലാണ്. ഇ ഗ്രില്ലെല്ലാം ക്ലോസ്ഡ് ഒരു പിക്സൽ ഡിസൈനിൽ കൊടുത്തപ്പോൾ എൻ ലൈനിൽ വേറൊരു ഡിസൈനിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നോർമൽ ക്രെറ്റയിൽ അപ്പുറത്തൊരു നമ്മളുടെ ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ മൂന്ന് വാഹനങ്ങളുടെ നോർമൽ ക്രെറ്റ, എൻ ലൈൻ, ഇ മൂന്നിൻ്റെയും ഫ്രണ്ട് ബെമ്പറും അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളിലും ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ്, ക്രെറ്റ വാഹനങ്ങളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള DRL എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. കണക്റ്റഡ് DRL. ഈ DRLൻ്റെ നേരെ താഴെ തന്നെയായിട്ടാണ് നമുക്ക് 360 ക്യാമറ വരുന്നത്. അതിന് താഴെയായിട്ടാണ് നമുക്ക് ഹ്യൂണ്ടായുടെ ആ ലോഗോ കൊടുത്തിരിക്കുന്നത്. ആ ലോഗോൻ്റെ അകത്താണ് നമുക്ക് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിൻ്റെ ഗ്രില്ല് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് ഒരു പിക്സലൈസ് ഡിസൈൻ എന്നാണ് ഹ്യൂണ്ടായി അതിനെ വിളിക്കുന്നത്. ടോപ്പിലും നമുക്ക് ആ ഒരു ഡിസൈൻ കാണാം. അതിനകത്ത് ഇവിടെ താഴെയെല്ലാം ആ ഒരു ഡിസൈൻ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ട് വാഹനത്തിൻ്റെ സ്പീഡ് സെൻസ് ചെയ്ത് ഓപ്പൺ ആവുന്ന എയർ ഇൻടേക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വശങ്ങളിൽ കാണുന്ന എയർ ഇൻടേക്സും ഫംഗ്ഷണലാണ്. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നോർമൽ കെട്ടയിൽ കണ്ട 4 യൂണിറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ ബെമ്പറിന് താഴെ ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഈ വാഹനത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നോർമൽ കട്ടയിൽ 190 ആയിരുന്നെങ്കിൽ ഇതിലേക്ക് വരുമ്പോൾ 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ നെക്സ്റ്റ് സോണിലൊക്കെ കണ്ട ആ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 215/60R17 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഈ ഒരു ഡിസൈൻ നമ്മുടെ എയറോഡൈനാമിക് ആ ഒരു ഡിസൈനിലേക്കാണ് ഈ അലോയ്സ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. താഴെ 360 ക്യാമറയുടെ കാണാനായിട്ട് പറ്റും. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UV പ്രൊട്ടക്റ്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത്. ഈ വാഹനം ഡ്യുവൽ ടോൺ കളറാണ്, ഓഷ്യൻ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. റൂഫ് നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിലാണ്. ഒരു പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ വാഹനം യാർഡിൽ വന്നിട്ട് അതിൻ്റെ കവർ പൊളിച്ചിട്ടില്ല. പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആൻറ്റീന കൊടുത്തിരിക്കുന്നു. നമുക്ക് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അതും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മറ്റു വാഹനങ്ങൾ ബ്ലാക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരു സിൽവർ ഫിനിഷാണ് വരുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ ഇത് ഒറ്റനോട്ടത്തിലൊരു EV ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാര്യം അലോയ്സിൻ്റെ ഒരു ഡിസൈനിൽ ചേഞ്ച് വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ക്രെറ്റകളുടെയും ബാക്കിലുള്ള ഡിസൈൻ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. ഇപ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ആ വലിയ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് താഴെയായിട്ട് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രിക് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേറെ ഒരു ബാഡ്ജിങ്ങും ഇല്ല. ക്രെറ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹ്യൂണ്ടായുടെ ലോഗോ കാണാനായിട്ട് പറ്റും. താഴെയായിട്ട് നമുക്ക് 360 റിവേഴ്സ് ക്യാമറയുടെ കൊടുത്തിരിക്കുന്നു. ബാക്കിലും നമുക്ക് ആ പിക്സലൈസ്ഡ് ഡിസൈൻ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് കാണാം. ബാക്കിലും നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ്. 2 വശത്തും റിവേഴ്സ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടിലെ സെയിം ഡിസൈനിൽ തന്നെയാണ് ബാക്കിലും സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാക്കിൽ നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ക്രെറ്റ EV ആയപ്പോഴും ബൂട്ട് സ്പേസിൽ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. സെയിം 433 ലിറ്ററിൻ്റെ സ്ക്വാലിഷ് ആയിട്ടുള്ള ബൂട്ട് കൊടുത്തിരിക്കുന്നു. ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പാഴ്സൽ ട്രേ ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ബൂട്ടിലേക്ക് വന്നാൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ബോസിൻ്റെ ഒരു സബ് വൂഫർ കാണാം. ഇതിനകത്ത് 4 സ്പീക്കറും 4 ട്യൂട്ടറും ഒരു സബ് ബോർഡ് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. സ്പെയർ വീല് സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് കൊടുത്തിരിക്കുന്നു. 215/60R17 ഉള്ള സെയിം വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട്
ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ വാഹനത്തിന്റെ ഡയമെൻഷൻസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലെങ്ത്തിൽ ഇ വിയിലേക്ക് വന്നപ്പോൾ 10 mm ഡിഫറൻസ്. നോർമൽ ക്രെറ്റയ്ക്ക് 4330 ആയിരുന്നുവെങ്കിൽ ഇ വിയിൽ 4340 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് സെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നു 1790. ഹൈറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നോർമൽ ക്രെറ്റയിൽ 1635 ആയിരുന്നപ്പോൾ ഇ വിയിലേക്ക് വന്നപ്പോൾ 1655 mm ആണ്. അതായത് 20 mm ഹൈറ്റും ഈ വാഹനത്തിൽ കൂടിയിട്ടുണ്ട്. വീൽ ബേസ് കാര്യങ്ങളെല്ലാം സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. ഈവൻ മൊബൈൽ ത്രൂ വരെ നമുക്ക് ഈ വാഹനം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്റീരിയറിൽ സെയിം ആ ഒരു കളർ ടോൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കളറിലൊക്കെ അവിടെ ഇവിടെയായിട്ട് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നോർമൽ ക്രെറ്റയുടെ ഡ്യുവൽ ടോൺ കളർ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു ഡിസൈൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പുതിയ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ബ്ലൂയിഷ് കളറാണ് വന്നിരിക്കുന്നത്. മറ്റ് നോർമൽ ക്രെറ്റയുടെ ബ്ലാക്ക് കളർ വന്നപ്പോൾ അതിനകത്ത് ബ്ലൂയിഷ് കളർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഡോർ പാഡ് നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് സ്പീക്കേഴ്സ് ബോസിൻ്റെയാണ്. അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അകത്തെ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ വരുന്നു. നമുക്ക് ഡ്രൈവർ സീറ്റ് 2 മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബട്ടണുകൾ കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഇലക്ട്രിക്കലി ഹൈറ്റും റിക്ലൈനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ലെതറിഡ് സീറ്റുകളാണ്, വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ഇത് ഇ വി ആയതുകൊണ്ട് 2 ബട്ടണുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇ വി സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇത് ഹിൽ ഡിസൈൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഇവിടെ ഒരു AC വെൻസിനകത്തെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഗിയർ ലിവർ വരുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക്. അപ്പോൾ ഫ്രണ്ടിലെ ഗിയർ ലിവർ ചേഞ്ച് ചെയ്ത് ഈ ഒരു വശങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയും അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ ഇ വിയുടെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിലെ ലേഔട്ട് കാര്യങ്ങൾ നമ്മുടെ നോർമൽ ക്രെറ്റയുടെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. എന്നാൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന കളറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നോർമൽ ക്രെറ്റയിലൂടെ ബ്രോൺസ് കളർ വന്നപ്പോൾ ഇ വിയിലേക്ക് വന്നപ്പോൾ ഇതൊരു ബ്ലൂയിഷ് കളറാണ്. എൻ ലൈനിൽ ഇവിടെ ഒരു റെഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് എൻ്റയർലി ന്യൂ സ്റ്റിയറിംഗ് വീൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3 സ്പോക്ക് ആയിട്ടുള്ള ലെതർ റാബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് വരുന്നു. ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല, റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. അതിൽ നോർമൽ ക്രെറ്റയിലൂടെ ഹ്യുണ്ടായുടെ ലോഗോ വന്നപ്പോൾ ഇതിനകത്തൊരു 4 ഡോട്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു പ്രീമിയം സ്റ്റിയറിംഗ് വീൽ എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ളതും ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കൊടുത്തപ്പോൾ വലതുവശത്തായിട്ടാണ് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും നമ്മുടെ മീഡിയ സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോർമൽ ക്രെറ്റയിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതിന് താഴെ പാഡിൽ ഷിഫ്റ്റേഴ്സ് പോലെ 2 കൊടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് റീജൻ അഡ്ജസ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാനാണ്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മളുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മുടെ ക്രെറ്റ നോർമലിൽ കണ്ട സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ടയർ പ്രഷർ വാർണിംഗ്, നമ്മുടെ എത്ര കിലോമീറ്റർ റേഞ്ച്, പിന്നെ ആഫ്റ്റർ ചാർജിങ്, അങ്ങനെ ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സ് വേണോ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രെറ്റയിൽ ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. നമ്മളത് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ക്ലസ്റ്ററിൻ്റെ മാറുന്നത് കാണാം. ഇക്കോ, നോർമൽ, സ്പോർട്ട്, അതെല്ലാം നമ്മളുടെ നോർമൽ ക്രെറ്റയുടെ അല്ലെ എൻ ലൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു സെയിം രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഈ ഒരു സെഗ്മെന്റ് കാറുകളിൽ എന്തെല്ലാം വേണോ അതെല്ലാം ഇതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെറ്റ ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവരുന്ന 10.25 ഇഞ്ചിൻ്റെ സെയിം സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. ബ്ലൂലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ 60ഓളം ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ബോസിൻ്റെ ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കറും 4 ട്യൂട്ടറും ഒരു സബും വരുന്ന ഒരു ഗംഭീര മ്യൂസിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത് കൺട്രോൾ ചെയ്യാനുള്ള സൗണ്ട് ബട്ടൺസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ബോസിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു 360 ക്യാമറ വരുന്നുണ്ട്. ആ ഒരു ക്യാമറയുടെ എല്ലാ വശവും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ബട്ടണുകളെല്ലാം ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് നാവിഗേഷനും മാപ്പൊക്കെ ഡയറക്റ്റ് എടുക്കാനായിട്ടുള്ള ഒരു ഫിസിക്കൽ ബട്ടണുകളും കൊടുത്തിട്ടുണ്ട്. നടുക്ക് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, അതിന് താഴെ അതിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കാണാം. ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ടോഗിൾ ബട്ടണുകൾ കൊടുത്തത് എന്താണെങ്കിലും നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. അതിന് താഴെ നമുക്കിവിടെ ഒരു USB
ചാർജ് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട്, ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. നമുക്ക് ഇവിടെ എല്ലാം ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കൈവയ്ക്കുന്ന സമയത്ത് അറിയാനായിട്ട് പറ്റും. ഈ സെൻട്രൽ കൺസോളിൻ്റെ വശങ്ങളിൽ കാണാം. നമുക്ക് ഇവിടെയും ആ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു ബ്ലൂയിഷ് കളർ കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ ഗിയർ ലിവർ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. ഗിയറിൻ്റെ പൊസിഷൻ നമ്മൾ ആദ്യം കാണിച്ച രീതിയിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലേക്കാണ് ചേഞ്ച് ആയിരിക്കുന്നത്. ഇതിനകത്ത് ആണ് നമ്മൾ ഗിയർ സെലക്ടർ ഇപ്പോൾ വരുന്നത്. ഈ വശത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി പാർക്ക് മോഡിലേക്ക് വാഹനം ചേഞ്ച് ആകും. പിന്നെ റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്താണ് അത് ചേഞ്ച് ചെയ്യുന്നത്. ബാക്ക് ടു സെൻട്രൽ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. നോർമൽ കട്ടയിൽ കണ്ട സെയിം കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ 2 ഫുള്ളി ഫംഗ്ഷനലായിട്ട് കീ വരുന്നു. ഒരു വലിയ കപ്പ് ഹോൾഡർ, ഒരു ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മുടെ ഡ്രൈവ് മോഡുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു പഴയ കട്ടയിൽ കണ്ട സെയിം സെലക്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഡ്രൈവ് മോഡുകളാണ്: ഈക്കോ, നോർമൽ, സ്പോർട്ട്. അതിന് താഴെ ഓട്ടോ പാർക്കിലേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫീച്ചറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ 360 ക്യാമറയുടെ വ്യൂ ബട്ടൺ. നമുക്ക് സീറ്റുകൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതിൻ്റെ 2 ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് പവർ അഡ്ജസ്റ്റബിൾ ആണ്, വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംബ്രസ്റ്റ് നല്ല സോഫ്റ്റ് ടച്ചോട് കൂടിയ ആംബ്രസ്റ്റ് ആണ്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ്, അത് കൂൾഡ് ഫീച്ചറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകൾ. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ കാര്യങ്ങൾ, സൺവൈസസിൽ മിറർ വരുന്നുണ്ട്, ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓട്ടോ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്, മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻട്രലിൽ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകളെല്ലാം LED ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നോർമൽ കട്ടയുടെ സെയിം ആയിട്ടാണ്. പിന്നെ ഒരു പനോറമിക് സൺ റൂഫ് വരുന്നുണ്ട്. അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ്. ടോപ്പ് എൻഡിനും അതിന് തൊട്ട് താഴെയുള്ള വേരിയന്റിലും നമുക്ക് സൺ റൂഫ് കാണാം. മറ്റെല്ലാ ബേസ് വേരിയന്റുകളിൽ സൺ റൂഫ് വരുന്നില്ല. ബേസ് വേരിയന്റ് ഷോറൂമിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാം. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ട് നമ്മുടെ നോർമൽ കട്ടയിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടിയും ഫീച്ചറിസ്റ്റിക് ആയിട്ടാണ് നമ്മളുടെ ക്രെറ്റ EV വരുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡുകളിൽ നമുക്കൊരു 3 ടോൺ കളറാണ് ഇപ്പോൾ. ഇവിടെ ഒരു ബ്ലൂയിഷ് ഫിനിഷ്, വൈറ്റ്, ബ്ലാക്ക്, താഴെയുള്ള ഒരു ബ്ലൂ ഫിനിഷ്. സ്പീക്കർ കാണാം, ബോസിന്റെ ബാഡ്ജിങ്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ, നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. അത് ക്രെറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കാണുന്നതാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 AC വെന്റ്സ് കാണാം. അതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 2 ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകൾ കാണാം. അതിൽ ഒരെണ്ണം ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്കിവിടെ സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ട്രേ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് അത്യാവശ്യം വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ, പെന്നോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ചെറിയ സ്പേസ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് സീറ്റുകളാണ്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലെതറഡ് സീറ്റുകളാണ് വരുന്നത്. ഐസോഫി ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും കാണാം. നമുക്കൊരു സെൻട്രൽ പാസഞ്ചർ ഇല്ല എങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും ആം റെസ്റ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സീറ്റ് ഹൈറ്റിനോ മറ്റു കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സെയിം 3 പേർക്കൊക്കെ വിശാലമായിട്ടിരിക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. ക്രെറ്റ EVയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, ADAS ലെവൽ 2. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പുതിയ ക്രെറ്റ EVയിലും വരുന്നുണ്ട്. ക്രെറ്റ EV നമുക്ക് 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ വരെ 42 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കും, ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് 51.4 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കുമാണ് വരുന്നത്. ഈ 42 കിലോവാട്ട് ബാറ്ററി പാക്കിൽ 390ന്റെ സർട്ടിഫൈഡ് റേഞ്ച് ആണ്. റിയൽ ലൈഫിൽ ഒരു 320-നും 330-നും ഇടയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. 91 കിലോവാട്ടാണ് അതിന്റെ മോട്ടറിന്റെ പവർ വരുന്നത്. അത് ഏകദേശം ഒരു 132 bhp ആണ് അതിന്റെ ഒരു പവർ വരുന്നത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പ് എൻഡ് വാഹനം 51.4 കിലോവാട്ടാണ് എൻ്റെ ബാറ്ററി പാക്ക്. 473 സർട്ടിഫൈഡ് റേഞ്ച്. ഒരു 400-നും 430-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് 126 കിലോവാട്ടിന്റെ മോട്ടോർ പവറാണ് നമുക്ക് തരുന്നത്. അത് ഏകദേശം 168 bhpയുടെ അടുത്ത് വരും. അപ്പോൾ ഇത് ഏത് വേരിയന്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നമ്മുടെ നോർമൽ ക്രെറ്റയിനോ എൻലൈനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ട് തന്നെ ഈ വാഹനം ഫീൽ ചെയ്യും. നമ്മുടെ ക്രെറ്റ EVയിൽ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 50 വാട്ട്സിന്റെ DC ഫാസ്റ്റ് ചാർജർ ചാർജ് ചെയ്യുകയാണെങ്കിൽ
10% 80% വരെ ആവാനായിട്ട് 58 മിനിറ്റ് മതിയാവും. അതല്ല നമ്മളൊരു AC ഫാസ്റ്റ് ചാർജ് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യണമെങ്കിൽ ഏകദേശം 4 hours ആണ് ചാർജിങ് ടൈം വരുന്നത്. അതുമല്ല നമ്മളുടെ വീട്ടിലെ നോർമൽ ചാർജിങ് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 11 മണിക്കൂറിനടുത്ത് ഈ വാഹനം ചാർജ് ചെയ്യാനായിട്ട് എടുക്കും. ക്രെറ്റ EVയുടെ എക്സ്-ഷോറൂം പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പ് ആൻഡ് എക്സലൻസ് വേരിയന്റിന് 23,49,990 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 28 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രൈസ് കാര്യങ്ങൾ വന്നിട്ടില്ല. ബേസ് വേരിയന്റായ എക്സിക്യൂട്ടീവ് വേരിയന്റിന് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 17,99,990 രൂപയാണ്. അത് ഏകദേശം 20 ലക്ഷം രൂപ താഴെ ബേസ് വേരിയന്റ് വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാക്കി മറ്റു വേരിയന്റുകളുടെ പ്രൈസ് വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്കമിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിപ്പോൾ ടോപ്പ് എൻഡിന്റെ വീഡിയോ ആണ്. ഇനി വരും ദിവസങ്ങളിൽ ബേസ് വേരിയന്റുകളുടെ വീഡിയോയും യാർഡിൽ വാഹനം വരുന്നതിനനുസരിച്ച് നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. ക്രെറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും EV ബുക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.